സുരേഷേട്ടൻ തന്നെ ട്രോൾ ചെയ്തിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ കാണാം. സുരേഷന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടേഴ്സും ഒക്കെ സുരേഷനെ ട്രോൾ ചെയ്ത സീക്വൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് വാച്ച്. നിങ്ങളെ കാണിച്ചോന്നല്ല സിനിമയ്ക്ക് വേണ്ടത്, അഭിനയം നാച്ചുറൽ ആയിരിക്കും. നാച്ചുറൽ ആവാം സാർ, സാറ് നോക്കിക്കോളൂ. ഓർമ്മയുണ്ടോ ഈ മുഖം? മാഡത്തിന്റെ ഉപ്പും ചോറും തിന്ന് പോക്കറ്റിൽ ഒരു രാത്രിയും തിരികെ ഗേറ്റിനരികിൽ ഉറക്കുന്നു തന്നെ പോലുള്ള ചത്തൽക്ക് ആ പേര് ചേരൂ. വാച്ച്മാൻ എടാ പൊട്ടൻ ചങ്കു, അതിന് അയാൾ എന്നോട് പറഞ്ഞു അയാൾ ആരാന്ന്. ഓർമ്മയുണ്ടോ ഈ മുഖം? എനിക്ക് ഈ വിളക്ക് വേണം, നിങ്ങൾ എനിക്ക് ഈ വിളക്ക് തരണം, ഞാനിത് അങ്ങോട്ട് എടുക്കുക. ഓർമ്മയുണ്ടോ ഈ മുഖം? മാഡം, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? എല്ലാവർക്കും അതെനിക്ക് എഴുതുമ്പോ കിട്ടിയത്. അത് ശരിക്കും കഥ പറയുമ്പോ ആ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. സീൻ എഴുതി വന്നപ്പോ ആ ഫൈറ്റിന് മുമ്പ് ഒരു സാധനം വന്നപ്പോ എനിക്ക് വാവ് കൊള്ളാലോ എന്നിട്ട് ഞാൻ തന്നെ കഴിച്ചു. പക്ഷെ സാറ് പറഞ്ഞത് അത് മോഡുലേഷൻ മാറ്റി പറയാന്ന് പറഞ്ഞു. അതൊരു പോയിന്റ് ആയിരുന്നു. അതിന് ടോൺ മാറ്റി പറഞ്ഞിരിക്കുന്നത്. അതെ, അത് അതിന്റെ ഒരു ഭംഗി കൂട്ടി. അതുപോലെ തന്നെ വിളക്കിന്റെ പ്രശ്നം വന്നപ്പോഴും ഞാൻ സൈഡിലേക്ക് മാറ്റി പറഞ്ഞത്, ഒരിക്കലും ഈ മിമിക്രിക്കാര് പറയുന്നത് പോലെ ആക്കി കളയരുത്. അത് ജോണി ആന്റണി പറയുന്നത് പോലെ തന്നെ പറയണം. ആ ഡയലോഗിന്റെ പൊരുളാണ് അതിന്റെ ക്യാച്ച്. ജോണി ആന്റണി റൈറ്റ് സെഗ്വേ. ജോണി ആന്റണിയുടെ ഒരു വീഡിയോ ഉണ്ട് ഇവിടെ. ലെറ്റ്സ് വാച്ച്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് 92-93 സമയങ്ങളിൽ തുളസിദാസ് സാറിനോട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കാൻ വരുമ്പോഴാണ്. അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ആദ്യമായിട്ട് ക്ലാപ്പ് അടിക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്തി തരികയും നീ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് ഒരു ചേട്ടനെ പോലെ നമ്മളോട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ് സുരേഷ് ചേട്ടൻ. ഈ സുന്ദരഭൂഷൻ്റെ സമയം കഴിഞ്ഞിട്ട് ആ സമയം കഴിഞ്ഞ സമയത്താണ് എനിക്കൊരു കല്യാണം ഉണ്ടാവും. നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം വിളിക്കുന്നു. ആ കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകളെ വിളിക്കുന്ന കൂട്ടത്തിൽ സുരേഷ് ചേട്ടനെ വിളിച്ചു. സുരേഷ് ചേട്ടൻ പറഞ്ഞു ഞാൻ വരാവിടാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു അസോസിയേറ്റ് ഡയറക്ടർ കല്യാണത്തിന് ഒരു സൂപ്പർ സ്റ്റാർ എത്തുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. കല്യാണത്തിന് അന്ന് രാവിലെ എനിക്കൊരു കോള് വരുന്നു, എടാ എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ കാറ് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് അത് ഓടിക്കാൻ പറ്റാത്ത സ്റ്റേജിലാണ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം നിൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ചേട്ടാ വന്ന ഉപകാരമായിരുന്നു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, ശരി ഞാൻ വരാടാന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ആ സമയത്ത് ടാക്സി എടുത്തു. എനിക്ക് തോന്നുന്നു 4 മണിക്കൂർ എടുക്കും അന്ന് തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരാം. സുരേഷ് ചേട്ടൻ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലായത് ഈ സിനിമയിൽ ഞാൻ എന്തോ ആണ്, ഈ അസോസിയേറ്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ ആണ് എന്നൊക്കെയുള്ളൊരു ബോധ്യം നാട്ടുകാർക്കുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ നടനിലേക്കുള്ള എൻ്റെ ഒരു ട്രാൻസിഷനെയും നമ്മുടെ അനൂപ് സത്യൻ തെക്കാട് സാറിൻ്റെ മകൻ അതിനോട് പറയുന്നു, ചേട്ടാ ഞാനൊരു പടം ഇൻഡിപെൻഡൻ്റായിട്ട് സംവിധാനം ചെയ്യാൻ പോവാണ്, ചേട്ടൻ എന്നതൊരു നല്ല റോളുണ്ട് സൈക്കാട്രിസ്റ്റിൻ്റെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഈ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടനും ശോഭനയും നമ്മൾ എക്കാലത്തും ഇഷ്ടപ്പെട്ടിരുന്ന ആരാധിച്ചിരുന്ന നായികന്മാർ അവർക്കൊപ്പം അഭിനയിക്കാൻ കഴിയും. സുരേഷ് ചേട്ടനൊപ്പമാണ് മുഴുവൻ സിനിമ പടം കണ്ടിട്ടുള്ളവർക്കറിയാം. എന്നെ പ്രോത്സാഹിപ്പിക്കടാ, നീ നന്നായിട്ടുണ്ട്, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ. അത് കഴിഞ്ഞ് പടം കഴിഞ്ഞിട്ടാണെങ്കിലും വല്ലാത്തൊരു പുള്ളിക്കൊപ്പം അഭിനയിച്ചതുകൊണ്ടാണ് എനിക്ക് അത്രയും നന്നായി ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടന് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്കും അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഐ ലവ് യു സുരേഷ് ചേട്ടൻ. ജോണി ചേട്ടനാണ് ആ വിളക്കിന്റെ ഐഡിയ പറഞ്ഞത്, അല്ല ഡയലോഗ് വേണമെന്ന് പറഞ്ഞത്. അതെ, അതിന്റെ സൂത്രക്കാരൻ.